ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പടച്ചറബിന്റെ വിധിവിലക്ക് ജീവിതത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കാൻ പടച്ചറബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ജീവിതം ക്രമീകരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അള്ളാഹു തുണക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 40-ാമത് ക്ലാസ്സിൽ 70-ാമത്തെ ആയത്താണ് ഓതിക്കേൾപ്പിച്ചത്. وذر الذين اتخذوا دينهم لعبا ولهوا وغرتهم الحياة الدنيا وذكر به أن تبصر نفس بما كسبت ليس لها من دون الله ولي ولا شفيع وإن تعدل كل عدل لا يؤخذ منها أولئك الذين أبصلوا بما كسبوا لهم شراب من حميم وعذاب أليم بما كانوا يكفرون. കുറച്ച് വലിയ ആയത്താണ്, എളുപ്പമുള്ള ഒരായത്താണ്. ശ്രദ്ധിക്കുക അർത്ഥം. وذروا الذين اتخذوا دينهم لعبا ولهوا. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തങ്ങളുടെ മതത്തെ കളിയും വിനോദവുമാക്കി തീർക്കുകയും വഗറത്ഹുമുൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതം കണ്ട് വഞ്ചിതരാവുകയും ചെയ്തിട്ടുള്ളവരെ വിട്ടേക്കുക, അവരെ ഒഴിവാക്കിയേക്കൂ, വിട്ടേക്കു പ്രവാചകരെ. വദക്കിർ ബിഹി അൻ തുബ്സല നഫ്സും ബിമാ കസബത്. ഏതൊരാത്മാവും സ്വയം ചെയ്തു വച്ചതിന്റെ ഫലമായി നാശത്തിലേക്ക് തള്ളപ്പെടുമെന്നതിനാൽ ഈ ഖുർആൻ മുഖേന താങ്കൾ ഉത്ബോധനം നടത്തുക. വദക്കിർ ബിഹി, ഇത് മുഖേന ഉത്ബോധനം നടത്തുക. അൻ തുബ്സല നഫ്സുൻ, ഏതൊരു ആത്മാവും നാശത്തിലേക്ക് തള്ളപ്പെടും എന്നതിനാൽ ബിമാ കസബത്ത്, അത് ചെയ്തു വെച്ചതിന്റെ, അത് സമ്പാദിച്ചതിന്റെ കാരണത്താൽ. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യുൻ വലാ ശഫീഅ. അല്ലാഹുവിന് പുറമെ ആ ആത്മാവിന് യാതൊരു രക്ഷാധികാരിയും ശുപാർശകനും ഉണ്ടായിരിക്കുന്നതല്ല. ലൈസ ലഹാ, ആ ആത്മാവിന് ഉണ്ടാവുന്നതല്ല. മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ, ദൂന പുറമെ, കൂടാതെ, വലിയ്യുൻ രക്ഷാധികാരി, ഏതെങ്കിലും രക്ഷാധികാരി, ഒരു തരത്തിലുള്ള രക്ഷാധികാരിയും, വലാ ശഫീഉൻ ശുപാർശകനും ഉണ്ടായിരിക്കുകയില്ല. وإن تعدل كل عدل لا يؤخذ منها. وإن تعدل, പകരം നൽകിയാലും ശരി, കുല്ല അദിലും, എല്ലാ തരത്തിലുള്ള പകരങ്ങളും പ്രായശ്ചിത്തവും, എല്ലാ തരത്തിലുള്ള പ്രായശ്ചിത്തവും നൽകിയാലും ശരി, ലാ യുഖദ് മിൻഹാ, ആ ആത്മാവിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. നൽകാൻ കഴിയോ എന്നുള്ളത് വേറെ ചോദ്യം.
എല്ലാവരും ശ്രമം നടത്തും എന്തെങ്കിലും പ്രായശ്ചിത്തം നൽകി രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന്. പക്ഷെ അവിടെ പ്രായശ്ചിത്തം നൽകാൻ, അതിൽ നൽകാൻ, പകരം നൽകാൻ അവിടെ മറ്റെന്താണ് ഉള്ളത്? അങ്ങനെ നൽകാൻ ആർക്കെങ്കിലും സാധിച്ചാൽ തന്നെയും ലാ യുഖദ് മിൻഹ ആ ആത്മാവിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയും ഇല്ല. കൊടുത്താല് സ്വീകരിക്കണ്ടേ? അതിനൊരു സാഹചര്യം പരലോകത്തിലില്ല. അപ്പൊ വലിയില്ല, ഷഫീ ഇല്ല, അതിലില്ല. പകരം നൽകാൻ, പകരം കൊടുക്കാൻ സാധിച്ചാൽ തന്നെയും അത് സ്വീകരിക്കപ്പെടുകയില്ല. ശുപാർശകരായിട്ട് ആരും തന്നെ അവിടെ വരികയില്ല. രക്ഷപ്പെടുത്തുവാനുള്ള രക്ഷാധികാരിയായിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ പടച്ചവനെ കൂടാതെ മറ്റൊരു വലിയില്ല, പടച്ചവനെ കൂടാതെ മറ്റൊരു ഷഫീഇല്ല. പടച്ചവന്റെ മുമ്പിൽ ഒന്നും തന്നെ പ്രായശ്ചിത്തമായി നൽകാൻ സാധ്യമല്ല. നൽകിയാൽ തന്നെ അത് സ്വീകരിക്കപ്പെടുകയുമില്ല. അതുകൊണ്ട് ഓരോരുത്തരും സമ്പാദിച്ചു വെച്ച കാര്യങ്ങൾ കൊണ്ട് അന്തുബുസല, ബസലാകുന്നതിന്, ബസ്വലിൽ സ്വാദാണെങ്കിൽ നമ്മൾ സാധാരണ ഉള്ളിക്ക് പറയുന്ന പേരാണ് സ്വാദ് ലാമ്. ഇത് ബസല്, സീന്. നാശത്തിലേക്ക് തള്ളപ്പെടുക, നാശത്തിലേക്ക് തള്ളപ്പെടുക, അതാണ് തുബസല എന്ന വാക്കിന്റെ അർത്ഥം. ഇത് ഈ സൂറത്തിൽ മാത്രം, അതേപോലെ ഈ ആയത്തിൽ മാത്രം വന്ന വാക്കാണ് ബസല എന്നുള്ളത്. ഒരു പ്രാവശ്യം കൂടെ ഇത് ഈ ആയത്തിൽ തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഉലൈകല്ലദീന ഉബ്സിലൂ ബിമാ കസബൂ, ഉലൈക അവർ, അല്ലദീന ഉബ്സിലൂ നാശത്തിലേക്ക് തള്ളപ്പെട്ടവരത്രേ. അവരെ സ്വയം അങ്ങോട്ട് തള്ളപ്പെടുകയാണുണ്ടായത്. അവർ ചെയ്തു വെച്ച ബിമാ കസബൂ, അവർ ചെയ്തു വെച്ച പ്രവർത്തനത്തിന്റെ കാരണത്താൽ അവർ നാശത്തിലേക്ക് തള്ളപ്പെടുകയാണ് ഉണ്ടായത്. അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും നന്മക്ക് നിരക്കുന്നത് അല്ലാത്തതായതിനാൽ ഓരോ തവണ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അവർ നാശത്തിലേക്ക് നടക്കുകയായിരുന്നു. നാശത്തിലേക്കായിരുന്നു അവർ തള്ളപ്പെട്ടുകൊണ്ടിരുന്നത്. ഓരോ തള്ളും, അവർ ചെയ്യുന്ന ഓരോ തിന്മയായ പ്രവർത്തനങ്ങളും അവരെ നാശത്തിലേക്ക് തള്ളിവിടുന്ന, ഉന്തിവിടുന്ന ഓരോ തള്ളുകളായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലഹും ശറാബുൻ മിൻ ഹമീം, അവർക്ക് ഹമീമുണ്ട്, ചുട്ടുപൊള്ളുന്ന കുടിനീർ. ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള ചൂടിനാണ് ഹമീമും എന്ന് പറയുക. ആ വാക്കിന്റെ സാധാരണഗതിയിലുള്ള അർത്ഥം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എല്ലാ തരത്തിലുള്ള ചൂടും കുളിരും തിരിച്ചറിഞ്ഞ തന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനെയാണ്, ഏറ്റവും അടുത്ത സുഹൃത്തിനെയാണ് ഹമീമിൻ എന്ന് പറയുക. ഇവിടെ ഹമീമിൻ എന്ന വാക്ക് ഉപയോഗിച്ചത് ഏറ്റവും കടുത്ത ചൂടിനാണ്. ഏറ്റവും കടുത്ത ചൂടുള്ള ശറാബ്, പാനീയം, കുടിനീർ അവർക്കുണ്ട്. അദാബുൻ അലീമുൻ, വേദനയേറിയ ശിക്ഷയുമുണ്ട്. അദാബുൻ ശിക്ഷ, സാധാരണഗതിയിലുള്ള ശിക്ഷയല്ല. അലീമുൻ, വേദനജനകമായ ശിക്ഷയാണ് ഉണ്ടാവുക. ബിമാ കാനൂ യക്ഫുറൂൻ, അവർ നിഷേധിച്ചിരുന്നതിന്റെ കാരണത്താൽ. ബിമാ ഒന്നുകൊണ്ട്, കാരണത്താൽ. കാനൂ അവരായിരുന്നു, യക്ഫുറൂന നിഷേധിച്ച് കൊണ്ടിരുന്നവർ. അതുകൊണ്ട് അവർക്ക് ഈ തരത്തിലുള്ള ഒരു പരിണിത
പരിണിതിയാണ് ഉണ്ടാവുക എന്ന് അവർ തിരിച്ചറിയാം. അപ്പൊ ഇങ്ങനെ ഈ ആയത്തിനെ നമ്മള് മുറിച്ച് അർത്ഥം പറഞ്ഞാൽ, മനസ്സിലാക്കിയാൽ പഠിക്കാൻ എളുപ്പമുണ്ട്, കാണാതെ പഠിക്കാനും എളുപ്പമുണ്ടാകും ഈ ആയത്ത്. അതാണ് അതിന്റെ ആദ്യ ഭാഗം. എന്താണ്? തങ്ങളുടെ മതത്തെ കളിയും വിനോദവുമാക്കി തീർക്കുകയും ഐഹിക ജീവിതം കണ്ട് വഞ്ചിതരാവുകയും ചെയ്തിട്ടുള്ളവരെ വിട്ടേക്കുക. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചത് മതത്തെ തമാശയാക്കുന്ന, പരിഹസിക്കുന്ന, വിനോദമായി കളിയായി കാണുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചായിരുന്നു. അത്തരത്തിലുള്ള ആളുകളോട് എന്താണ് നമ്മൾ എടുക്കേണ്ട നിലപാട് എന്നും അവരിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്, മാറിപ്പോരേണ്ടതാണ്, അവരുടെ സദസ്സുകളിൽ ഇരിക്കാൻ പാടില്ലാത്തതാണ്. എന്നിട്ട് അടുത്ത ആയത്ത് പഠിപ്പിച്ചത് എന്നാൽ അവരെ ഓർമ്മപ്പെടുത്തേണ്ടത്, അവർക്ക് ദഅവത്ത് ചെയ്യേണ്ടത് ഏതൊരാളുടെയും ബാധ്യതയാണ് കേട്ടോ എന്ന് 69-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചു. ഇവിടെ ഈ 70-ാമത്തെ ആയത്ത് ഇങ്ങനെ 3 വിഭാഗം ആളുകളെ പ്രത്യേകമായി എടുത്തു പറയുമ്പോൾ തന്നെ ആ ആയത്തിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് വദക്കിർ ബിഹി, അവരെ അതുകൊണ്ട് താങ്കൾ ഉത്ബോധിപ്പിക്കുക. ബിഹി എന്ന് പറയുമ്പോ, അതുകൊണ്ട് എന്ന് പറയുമ്പോ അവരുടെ ജീവിതം കൊണ്ട് തന്നെ അവരെ ഉത്ബോധിപ്പിക്കാം. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അൽ ഹയാത്ത് ദുനിയ എന്നതിലേക്ക് ആ ലമീറിനെ നമ്മൾ മടക്കിയാൽ അവരുടെ ഐഹിക ജീവിതം കൊണ്ട് തന്നെ അവരെ ഉത്ബോധിപ്പിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ കടന്നു പോകും. അത് വെച്ച് അവരെ ഉത്ബോധിപ്പിച്ചോളൂ. പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിച്ചത് അത് ഖുർആനിനെ ഉദ്ദേശിച്ചാണ്. താങ്കളുടെ കയ്യിലുള്ള പരിശുദ്ധ വേദഗ്രന്ഥം വെച്ചുകൊണ്ട് അവരെ ഓർമ്മിപ്പിക്കുക. കാരണം എന്താണ്? എന്തിനാണ് ഓർമ്മിപ്പിക്കുന്നത് എന്നറിയോ? ഓരോരുത്തരും ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ അവരെ നാശത്തിലേക്കാണ് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരുപക്ഷെ അവരറിയുന്നില്ലെങ്കിലും അവർ ഓരോ ചുവട് വെക്കുമ്പോഴും തിന്മകളുടേതായ ഓരോ ചവിട്ടടി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർ പോകുന്നത് നാശത്തിലേക്കാണ്. അവർ കൂടുതൽ അൻതുബുസ്സല, നാശത്തിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ തിരിച്ചറിയണം. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യുൻ വലാ ശഫീഉൻ, ഇങ്ങനെ നാശത്തിൽ അകപ്പെടുന്ന ഒരാൾക്കും രക്ഷപ്പെടാൻ വലിയില്ല, ഷഫീഇല്ല, പ്രായശ്ചിത്തവും കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ഊരിപ്പോരാൻ സാധ്യമാവുകയില്ല. ഈ ലോകത്ത് വലിയ ഏത് തരത്തിലുള്ള തിന്മകൾ ചെയ്യുന്ന ആൾക്കും അവരെ രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും ഭരണീയരായ രക്ഷാധികാരികൾ ഉണ്ടാകും, അധികാരികളായ രക്ഷാധികാരികൾ ഉണ്ടാകും, അവരുടെ ബന്ധക്കാരായ മറ്റേതെങ്കിലും രക്ഷാധികാരികളൊക്കെ ഒരുപക്ഷെ വന്നു എന്ന് വരും. അതേപോലെ ശുപാർശ പറയാനൊക്കെ, വാസ്തു പറയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായി എന്ന് വരും. അപ്പൊ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന 3 സംഗതികൾ, ആ 3 സംഗതികൾ പലപ്പോഴും ഉപകാരപ്പെടുന്നത് കുറ്റങ്ങളിൽ അകപ്പെടുമ്പോ, ശിക്ഷിക്കപ്പെടുമ്പോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. ഒരാളെ കൊന്നാൽ അതിന് പ്രായശ്ചിത്തം കൊടുത്ത് രക്ഷപ്പെടാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ കാരണത്താൽ ഒരു അപകടമുണ്ടായാൽ ആ അപകടത്തിനിരയായ ആളുകൾക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ അതിന് കൊടുത്തിട്ട് അവർക്കതിന് പ്രായശ്ചിത്തം കൊടുത്തിട്ട് പ്രശ്നപരിഹാരം അവിടെ നേടാൻ ഒരുപക്ഷെ സാധ്യമായി എന്ന് വന്നേക്കാം. ഇല്ലെങ്കിൽ വലിയ വാസ്തക്കാരായ വലിയ റെക്കമെന്റ് ആ കാര്യത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയും രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്ന് വരും. അങ്ങനെ തരത്തിലുള്ള ഏതെങ്കിലും ശുപാർശയോ രക്ഷപ്പെടാനുള്ള രക്ഷാധികാരികളായിട്ട് അവരുടെ മുമ്പിൽ വരുന്ന ആരും ഇല്ലാത്ത ഒരു ലോകത്ത് അത് വരുന്നതിന്റെ മുമ്പ് അവരെ ഉത്ബോധിപ്പിച്ചേക്കൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്താണ്, ഏത് തരത്തിലുള്ള ആളുകളാണ് ഇവർ? അവരുടെ ദീനിനെ അവർ കണ്ടത് കളിയായിട്ടാണ്, വിനോദമായിട്ടാണ്. മൂന്നാമത്തത് ഐഹിക ജീവിതം
അവരെ ഐഹിക ജീവിതം കണ്ട് അതിൽ വഞ്ചിതരായി പോയിട്ടുണ്ടായിരുന്നവർ. ഈ മൂന്ന് കാര്യങ്ങളാണ് അവരെ യഥാർത്ഥത്തിൽ നന്മയിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തിയിരുന്നത്. ഉലായിക്കല്ലദീന ഉബസ്സിലൂ ബിമാ കസബൂ. ഈ സൂറത്തിൽ മാത്രം, ഈ ആയത്തിൽ മാത്രം വന്ന ബസ്സല എന്ന വാക്ക് ഒന്നുകൂടെ ഇവിടെ ആവർത്തിച്ച് പറയുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾക്കറിയണം, നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സമ്പാദ്യവും നിങ്ങൾക്ക് ലാഭമല്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളല്ല, നിങ്ങൾ കൂടുതൽ നാശത്തിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവസാനം വരുമ്പം ഇവിടെല്ലാം കുടിച്ച് കൂത്താടി മതോന്മുക്തരായി കഴിഞ്ഞുകൂടി ന്യൂ ഇയറിന്റെയും അതേപോലെയുള്ള ആഘോഷങ്ങളുടെയും ഒക്കെ പേരിൽ ഒരുപാട് പാനീയങ്ങൾ, അനുവദനീയമല്ലാത്ത ഒരുപാട് കുടിനീരുകൾ ഇവിടെ കുടിച്ചാസ്വദിച്ച് ഉല്ലസിച്ച് കഴിഞ്ഞുകൂടിയ ആളുകളെ, നിങ്ങൾക്ക് കിട്ടുന്ന പാനീയം എന്താണ്, കുടിക്കാൻ തരുന്ന വെള്ളം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് ഹമീമാണ്, ചുട്ടുപൊള്ളുന്നതാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കുടിക്കാൻ കഴിയില്ല, പക്ഷെ കുടിച്ചേ പറ്റുള്ളൂ, കുടിക്കാതിരിക്കാൻ പറ്റില്ല. കുടിച്ചാൽ ശരീരത്തിലെ ഓരോ സംഗതികളും ഓരോ വിഷയങ്ങളും അത് മുഴുവനായി ഉരുകി ഒലിച്ചു പോകുന്ന വിധത്തിലുള്ള കടുത്ത ചൂടിന്റെ പേരാണ് ഹമീമൻ എന്ന് പറയുന്നത്. പിന്നെ ഏൽക്കേണ്ടി വരുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ലഘുവായ ഒരു ശിക്ഷ നൽകി വിട്ടയക്കുന്ന ഒരു 2 മാസത്തെ ഒരു തടങ്കൽ, അല്ലെങ്കിൽ ഒരു 10 വർഷത്തെ ആജീവനാന്ത തടങ്കൽ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ കുറച്ച് വർഷങ്ങളോടുള്ള ഒരു തടങ്കലിൽ വെച്ച് അത് കഴിഞ്ഞ് കുറച്ച് പ്രായശ്ചിത്തവും കൊടുത്ത് പരിഹാരവും കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയും എന്ന തോന്നൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയേക്കൂ എന്ന ശക്തമായ താക്കീതോടുകൂടിയാണ് ഈ ആയത്ത് ഇവിടെ അവസാനിക്കുന്നത്. വലിയൊരു ആയത്താണ്. പക്ഷെ നമ്മളതിനെ ഇങ്ങനെ ഒരു 5 ഭാഗമാക്കി നമ്മൾ പഠിച്ചപ്പോ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പക്ഷെ ഇതിൽ ഈ ആയത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ നിലപാടുകൾ, അവരോട് നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട രീതികൾ എന്തൊക്കെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇമാം റാസി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: അഅ്രിദ് വലൈസൽ മുറാദു അൻ യത്രുക ഇൻദാറഹും ലിഅന്നഹു ഖാല ബഅദഹു വദർദർ എന്ന വാക്കിന്റെ അർത്ഥം അഅ്രിദ് അൻഹും, അവരിൽ നിന്ന് വിട്ടുമാറുക, അവരെ അവഗണിക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം. പക്ഷെ അതുകൊണ്ട് അവരെ അൻ യത്രുക ഇൻദാറഹും, അവരെ മുന്നറിയിപ്പ് നൽകുന്നത് ഒഴിവാക്കണമെന്നല്ല മനസ്സിലാക്കേണ്ടത്. കാരണം ലിഅന്നഹു തആല ഖാല ബഅദഹു വദക്കിർ ബിഹി, ഈ ഒരു ഭാഗം പറഞ്ഞ ശേഷം അല്ലാഹു പറഞ്ഞത് വദക്കിർ ബിഹി, അവരെ ഓർപ്പിക്കുക, ഉത്ബോധിപ്പിക്കുക എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഉത്ബോധനം നിർത്തിവെക്കണം, അവരോടൊന്നും പറയേണ്ടതില്ല എന്നല്ല പറഞ്ഞത്. അവരെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ വനദീറു ഖൗലുഹു, അവരെ അവഗണിക്കുക എന്നതിന്റെ ഉലായിക അല്ലദീന അലമുല്ലാഹു മാ ഫീ ഖുലൂബിഹിം ഫഅരിദ് അൻഹും എന്ന് സൂറത്തുൽ നിസായിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഹൃദയങ്ങളിലുള്ള കാര്യങ്ങൾ അള്ളാഹു കൃത്യമായിട്ട് അറിയും, അതുകൊണ്ട് അവരെ അവഗണിക്കുക എന്ന് സൂറത്തുൽ നിസായിൽ പറഞ്ഞതുപോലെ ഇവിടെയും പറഞ്ഞതിന്റെ ഉദ്ദേശം വൽ മുറാദ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തർക്കു മുആശറതിഹിം, അവരുമായി ഇടപഴകുന്നത് നിർത്തണം. വമുലാത്തഫതിഹിം, അവരുമായി കളിതമാശകളിൽ ഏർപ്പെടുന്നത് നിർത്തണം. വലാ യത്രുകു ഇൻദാറഹു വതഖ്വീഫഹും, അവർക്ക് നൽകുന്ന ഈ ഉപദേശ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഒന്നും ഒരിക്കലും നിർത്താൻ പാടില്ല. അവരുമായി വീണ്ടും കളിതമാശകളിൽ ഏർപ്പെടുകയും അവരുമായി ഇടപഴകുകയും അവരുടെ ഒരു വലിയ ഒത്താശക്കാരായി മാറുകയും ചെയ്യുന്നതിനെ
അതിൽ നിന്നും മാറിപ്പോരണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന്. അതാണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യമായി ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത്. അരിൽ അൻഹും വലാ തുബാലി ബിതക്ദീബിഹിം വസ്തിഹ്സാഇഹിം വലാ തുഖിം ലഹും ഫീ നദരിക വസ്ന. അവരിൽ നിന്ന് പിന്മാറുക, അവരുടെ ആ കളവും പരിഹാസ്യവുമൊന്നും അത് താങ്കളെ വലിയ പ്രയാസപ്പെടുത്തുന്ന ഒരു വിഷയമായിട്ട് ഗൗനിക്കേണ്ട ഒരു കാര്യമായിട്ട് കാണേണ്ടതില്ല. താങ്കൾ അവരിൽ നിന്ന് വിട്ടുമാറിപ്പോന്നാൽ മതി. വലാ തുഖിം ലഹു ഫീ നദരിക വസ്ന. അത്തരം ആളുകൾക്ക് താങ്കളുടെ ദൃഷ്ടിയിൽ ഒരു തരത്തിലുള്ള വസ്നും തൂക്കവും ഒരു മൂല്യവും നൽകേണ്ടതില്ല. അത്രയും മോശക്കാരായ ആളുകളാണ് ഈ ഖുർആനിനെ തള്ളിപ്പറയുന്ന, നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന, പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന, അതേപോലെ ഐഹിക ജീവിതത്തിൽ തന്നെ മൊത്തം കളിയും വിനോദവും ഒക്കെയായി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, എന്ത് നോക്കിയാലും എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും അവർക്ക് കളിക്കണം, കുറെ വിനോദിക്കണം, കുറെ ആർമാദിക്കണം എന്നത് മാത്രമാണ് അവരുടെ ചിന്തയെങ്കിൽ അവരോടുണ്ടാകേണ്ട നിലപാടുകൾ ഇങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ശ്രദ്ധിച്ചു നോക്കൂ. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യദ്ഉ ബിഹാദ ദുആ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന, ഒരു കുറച്ച് വലിപ്പമുള്ള ഒരു പ്രാർത്ഥന. റബ്ബി ഇഗ്ഫിർലി ഖതിയതി വജഹലി വഇസ്രാഫി ഫീ അംരി കുല്ലി വമാ അൻത അലാ ബിഹി മിന്നി അല്ലാഹുമ്മ ഇഗ്ഫിർലി ഖതായായ വഅംദി വജഹലി വഹസ്ലി വകുല്ലു ദാലിക ഇൻദി اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت أنت المقدم وأنت المؤخر وأنت على كل شيء قدير. കുറച്ച് നീളമുള്ള ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, എന്റെ തെറ്റുകളും എന്റെ അജ്ഞതയും എന്റെ അതിര് കവിയലും എന്നേക്കാൾ നിനക്കറിവുള്ള എന്റെ മറ്റു പിഴവുകളും എനിക്ക് പുറത്തു തരണമേ. എന്റെ വിവരമില്ലാത്ത എന്റെ തെറ്റുകൾ, എന്റെ വിവരക്കേടുകൾ, ഞാൻ അതിര് കവിഞ്ഞ് ചെയ്ത പ്രവർത്തികൾ, ഞാൻ അറിയുന്നതിനേക്കാൾ അതിനപ്പുറം നീ അറിയുന്ന മറ്റു ഒരുപാട് പിഴവുകളുണ്ട്. അതൊക്കെ പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണമേ. അപ്പൊ പാപങ്ങളുടെ എല്ലാ ഗണവും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവിടെ പരാമർശിച്ചു കഴിഞ്ഞു. എന്റെ തെറ്റ് ഞാൻ അറിയുന്നത്, എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയത്, എന്റെ പ്രവൃത്തികളിൽ വന്ന അതിര് കവിച്ചലുകൾ, അതിനൊക്കെ പുറമെ ഞാൻ അറിയാത്ത, നീ അറിയുന്ന ഒരുപാട് എന്റെ ജീവിതത്തിൽ വന്ന പിഴവുകൾ എല്ലാം പുറത്തു തരണമേ. വാന്തി വജഹിലി വഹസിലി. അല്ലാഹുവേ, ഞാൻ ഗൗരവഭാവത്തിൽ ചെയ്തത്, മനഃപൂർവ്വം ചെയ്തത്, അന്തി ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്ത തെറ്റുകുറ്റങ്ങൾ, വജഹിലി വഹസിലി അതേപോലെ ഞാൻ ജഹിലി ഞാൻ അറിവില്ലാതെ ചെയ്തത്, വഹസിലി ഞാൻ വെറുതെ വിനോദമായിട്ട് ചെയ്തു പോയത്. ജഹിലി എന്നതിന്റെ അർത്ഥം ഇവിടെ എഴുതിയതിൽ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. എന്റെ അജ്ഞത മുഖേന വന്നത് എന്നാണ്. വഹസിലി ഞാൻ വെറുതെ ഒരു തമാശയായിട്ട് കണക്കാക്കി ചെയ്ത തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും. അതും കൂടെ നമ്മൾ എടുത്തു പറയുകയാണ് പടച്ചവനോട്. അന്തും പറയുന്നുണ്ട്, മനഃപൂർവ്വം ചെയ്തത് പറയുന്നുണ്ട്, ഹസില് പറയുന്നുണ്ട്. അഥവാ വിനോദമായി വെറുതെ തമാശയായിട്ട് കാര്യമൊന്നുമില്ലാണ്ട് അങ്ങനെ പറഞ്ഞതാണ്, ചെയ്തതാണ്. അതുപോലും പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണേ എന്നാണ് നമ്മൾ പറയുന്നത്. വക്കുല്ലു ദാലിക ഇന്ദി. ഇതൊക്കെ എന്റെ അടുക്കലുണ്ട്, ഇതൊക്കെ എന്റെ അടുക്കൽ ഉണ്ടായിട്ടുണ്ട് എല്ലാം തന്നെ. അല്ലാഹുമ്മ ഇഗ്ഫിർലി. അവിടെ മനഃപൂർവ്വം അല്ലാതെയും ചെയ്യുന്ന തെറ്റുകൾ. വക്കുല്ലു ദാലിക ഇന്ദി അല്ലാഹുമ്മ ഇഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു
അൻതൽ മുഖദ്ദിമു അൻതൽ മുഅഖിറു വഅൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മൾ സാധാരണ അത്തഹിയ്യാത്തിന്റെ അവസാന ഭാഗത്ത് പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ സ്വകാര്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഞാന് പ്രവർത്തിച്ചത്, അൻതൽ മുഖദ്ദിമു അൻതൽ മുഅഖിർ, എല്ലാം തന്നെ ഞാൻ രഹസ്യമാക്കിയും പരസ്യമാക്കിയതൊക്കെ കൃത്യമായിട്ട് അറിയുന്നവനാണ്. നീ ആദ്യത്തേതാണ്, അവസാനത്തേതാണ്, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. പടച്ചവൻ, ആ നിനക്ക് എല്ലാം അറിയുന്നവനായ പടച്ചറബെ നീ എനിക്ക് പുറത്തു തരണേ എന്നൊക്കെയാണ് ഈ ആയത്തിന്റെ പിന്നെ പ്രാർത്ഥനയുടെ അർത്ഥം. അവിടെ നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം, മനഃപൂർവ്വം ചെയ്തതും തമാശയായിട്ട് ചെയ്തത് പോലും പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു എന്നാണ്. ഇവിടെ ഒരു ഭാഗം ആളുകളോട് അവരെ ഒഴിവാക്കിയേക്കണം, ആ ബന്ധം വിച്ഛേദിക്കണം എന്ന് പറയുമ്പോൾ അവരുമായിട്ടുള്ള ഇടപഴക്കങ്ങളും തമാശകളും അവരെ അങ്ങനെ വല്ലാതെ സുഖിപ്പിച്ചുകൊണ്ട് രസിപ്പിച്ചുകൊണ്ട് അവരുടെ ആ തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ പങ്കുചേർന്നുകൊണ്ട് ജീവിക്കുന്നതിനെയാണ് ഒഴിവാക്കണമെന്ന് പറഞ്ഞത് എന്ന് നമ്മൾ കണ്ടു. പക്ഷെ മാനുഷികമായ ബന്ധങ്ങൾ, മാനുഷികമായ പരിഗണന കൊടുക്കേണ്ടതില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അവരീ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വീണ്ടും പ്രചോദനമാകുന്ന വിധത്തിലുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കേണ്ടതില്ല. ജീവിതം തന്നെ നേരത്തെ പറഞ്ഞ മതത്തെ കളിയാക്കുന്ന ആളുകളെ കഴിഞ്ഞ ആയത്ത് സൂചിപ്പിച്ചു. ഇവിടെ ജീവിതം തന്നെ കളിയും വിനോദവും മാത്രമായി കാണുന്നു പറയും. ഐഹിക ജീവിതത്തിന്റെ വിഭവങ്ങളിൽ വഞ്ചിതരായിട്ട് അത് തന്നെ ഏറ്റവും തന്റെ ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യം, അത് തന്നെ എന്ന് ജീവിത ലക്ഷ്യമായി കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചാണ് പറയുന്നത് കേട്ടോ. എന്താണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യം? വായത്തുൽ ഇൻസാൻ എന്താണ്? ലൈസത്ത് ഐഷ ഉമറൻ തബീലൻ, ഒരുപാട് ആയുസ് ജീവിക്കലാണോ? അല്ല. വലായി അനാലൽ മനാസിബ്, ഒരുപാട് വലിയ വലിയ ഗ്രേഡുകൾ ജീവിതത്തിൽ, ഒരുപാട് പദവികൾ, ഒരുപാട് സ്ഥാനമാനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കലാണോ? അല്ല. വലായി ഹസ്സുൽ അലസ്സറാ, ഒരുപാട് സമ്പത്തും വിഭവങ്ങളും സൗകര്യങ്ങളും ജീവിതത്തിൽ ഒരുപാട് അവർ ആവശ്യപ്പെടുന്ന, അവർ ഉദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേടാൻ സാധിക്കുക എന്നതാണോ ജീവിതത്തിന്റെ ലക്ഷ്യം? വലായി അനാലൽ ഖുവ്വ, ശക്തിയും ശേഷിയും ഒക്കെ ജീവിതത്തിൽ നേടി വലിയ വലിയ ഗംഭീരമായ തരത്തിലുള്ള ആളുകളായി തീരുക എന്നാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊന്നുമല്ല. എന്തുകൊണ്ടല്ല എന്ന് പറയുന്നത്? ഇവയൊക്കെ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന സംഗതികളാ. ഓരോരുത്തരുടെയും പദവികൾ, ഓരോരുത്തരുടെയും സൗകര്യങ്ങൾ, ഓരോരുത്തരുടെയും അവരുദ്ദേശിക്കുന്ന ശക്തികൾ അത് വ്യത്യസ്തമാണ്. അപ്പൊ അത് മാറിക്കൊണ്ടേയിരിക്കും. ഓരോ കാലത്തും അതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പലർക്കും പല വിധത്തിലുമാണ് അവരുടെ സുഖങ്ങളും ആസ്വാദ്യങ്ങളും ഒക്കെ അവർ കണ്ടുവെത്തുന്നത്. വ്യത്യസ്ത, ഓരോ പ്രായത്തിലും വ്യത്യസ്തമാണ്. അതേപോലെ ഓരോ തരത്തിലുള്ള ആളുകൾക്കും വ്യത്യസ്തമാണ് അവരുടെ ഈ തരത്തിലുള്ള മുകളിൽ പറഞ്ഞ വിഷയങ്ങൾ. അതൊന്നും ജീവിതത്തിന്റെ ലക്ഷ്യമായി കണ്ടുകൂടാ. ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഒറ്റൊന്നാണ്, ഒന്ന് മാത്രമാണ് ഉള്ളത്. അതൊരിക്കലും പലതാകരുത്, പലതും ആകരുത്. ഒന്ന് മാത്രമായിരിക്കണം. നമ്മളെല്ലാവരും, നമുക്കെല്ലാവർക്കും ഒന്നിക്കാൻ കഴിയും ആ ഒരു ലക്ഷ്യം. നമ്മളെല്ലാവരും നമ്മുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തെ ആണ് ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. എന്താണ് ലക്ഷ്യം എന്ന് പറയോ? നമ്മുടെ ഈ ലോകത്ത് ജീവിതത്തിന് ശേഷം അഥവാ മരണത്തിന് ശേഷം എവിടേക്കാണോ നമ്മളെല്ലാവരും പോകേണ്ടത്, ആ ഒരു ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. അതെല്ലാവരും ഒരേ സ്ഥലത്തേക്കല്ല പോവുക. മരണത്തിന് ശേഷം എല്ലാവരും
ഒരേ ഒരു സ്ഥലത്തേക്കല്ലേ പോവുക ആണല്ലോ. അപ്പൊ അതാണ് ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യമായി ഓരോരുത്തരും കാണേണ്ടത് എന്നാ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ദീനിനെ കളിയും വിനോദവുമാക്കുന്ന ആളുകൾ ഇത്തഹദു ദീനഹും ലഅബൻ വലഹുവൻ, വേറെ ആയത്തിൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹുവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഹിക ജീവിതം കളിയും തമാശയുമാണ്. ഇവിടെ സ്വന്തം ദീനിനെ കളിയും തമാശയുമാക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദീനിനെ കളിയും തമാശയുമാക്കുന്ന ആളുകളുണ്ടോ? ഉണ്ട്. നമ്മുടെ കുറെ വീഡിയോസ് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പല മതങ്ങളുടെയും ആചാരങ്ങൾ അവർ ചെയ്യുന്ന അത്, പക്ഷെ നമുക്കത് അങ്ങനെ ചെയ്തുകൂടല്ലോ, അതുകൊണ്ട് കൊണ്ടുവരാതിരുന്നതാണ്. ഒരുപാട് കളിക്കുന്നത് പോലെ ഉള്ള അങ്ങനെ പലതരത്തിലുള്ള ആചാരങ്ങൾ കാണാം. പക്ഷെ നമ്മുടെ സമുദായത്തിലും അതേപോലെ ഈ ദിക്ർ ചെല്ലാനും മറ്റുള്ളതൊക്കെ ഒന്നായിട്ട് കൂടി ചേർന്ന് നിന്നിട്ട് ആടി ഭയങ്കരമായ ബഹളം വെച്ച് ഡാൻസ് ചെയ്ത് ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെയും കാണാം. അങ്ങനെ പല സമുദായങ്ങളിലും പല വിശ്വാസികളിലും അങ്ങനെ കാണാം. ഇത്തഹദു ദീനഹും അല്ലദീന കുല്ലിഫൂഹു വദഉ ഇലൈഹി വഹുവ ദീനുൽ ഇസ്ലാമി ലഅബൻ വലഹുവൻ ഐസു സഖിറു ബിഹി വസ്തഹ്സഉ ബിഹി. അവർ വിശ്വസിക്കേണ്ട, അവർ ആചരിക്കേണ്ട, അവർ ഉൾക്കൊള്ളേണ്ട ഈ ഇസ്ലാം ദീനിനെ അവർ അങ്ങനെ കളിയായി തമാശയായി അങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നാണ് ഒന്നാമത്തെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ എന്ത് കാര്യം അവർക്ക് കളിയും തമാശയാണ്. രണ്ടാമത്തത്, അവരുടെ ദീൻ തന്നെ അവർക്കൊരു കളിയും തമാശയും പോലെ കൊട്ടവും കുറവയും നേരത്തെ പറഞ്ഞതുപോലെ ബഹളവും ഒക്കെ ആയിട്ട് ഇത്തഹദു മാ ഹുവ ലഅബുൻ വലഹുവൻ മിൻ ഇബാദത്തിൽ അസ്നാനി വഗൈരിഹാ ദീനൻ ലഹും. നമ്മൾ കാണുമ്പോ എന്തോ ഒരു തരത്തിലുള്ള കളിയെ പോലെ അങ്ങനെ അവരുടെ ആചാരങ്ങളൊക്കെ മാറ്റി തീർക്കുന്ന ആളുകളെയും കാണാം. ഒരു അടുക്കും ചിട്ടയില്ലാത്ത ആരാധനാ കർമ്മങ്ങൾ, എന്തെല്ലാമോ ഉള്ള ചാടിക്കരിയും മറ്റുമൊക്കെ ആയിട്ടുള്ള ഒരുപാട് അങ്ങനെയുള്ള സ്വഭാവങ്ങൾ, അങ്ങനെയൊക്കെ ദീനിനെ കളിയായി വിനോദമായി കാണുന്ന ആളുകളുണ്ട് എന്നാണ്. അങ്ങനെ قال ابن عباس رضي الله عنه جعل الله لكل قوم عيدا يعلمونه ويصلون فيه ويعمرونه بذكر الله تعالى. അള്ളാഹു ഓരോ ജനതക്കും പ്രത്യേകമായ ആഘോഷ ദിനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ആഘോഷ ദിനങ്ങളിൽ ആ ഒരു ദിവസത്തെ അവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യേണ്ട, പടച്ചവന്റെ ദിക്ർ ഉറക്കെ പ്രഖ്യാപിക്കേണ്ട ദിവസങ്ങൾ എന്നുള്ള നിലക്കാണ് അവർക്ക് ഈദുകൾ, ആഘോഷങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നത്. സുമ്മ ഇന്നന്നാസ അക്സറുഹും മിനൽ മുശ്രിക്കീൻ, പിന്നെ അധിക മുശ്രിക്കുകളായ ആളുകൾ അവർ ശിർക്കിലേക്ക് പോകുന്ന ആ വേളയിൽ വഅഹ്ലുൽ കിതാബ് ഇത്തഖദു ഈദഹും ലഹുബൻ വലഅബൻ വഗൈറുൽ മുസ്ലിമീന ഫഇന്നഹും ഇത്തഖദു ഈദഹും കമാ ശറഅഹു അല്ലാഹു തആല. അഹ്ലുൽ കിതാബികളും അതേപോലെയുള്ള മറ്റുള്ള ആൾക്കാരൊക്കെ അവരുടെ മതത്തെ പിന്നെ അവരൊരു തരം കളിയും വിനോദവും ഒക്കെ ആയിട്ട്, ഇവർക്ക് പറഞ്ഞ പോലെ കൊട്ടും കുറവയും ഒക്കെ ആയിട്ട് അങ്ങനെ അവരുടെ ആഘോഷങ്ങളെ പോലും അവർ മാറ്റിമറിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലഅബൻ വലഹുവൻ എന്നതിന് നമുക്ക് ആ അന്തരക്കും അതിന് അർത്ഥം വെക്കാവുന്നതാണ്. മറ്റൊരു അർത്ഥം മൻ യതവസ്സലു ബിദീനിഹി ഇലാ ദുനിയാഹു, അവര് ഈ മതത്തെ സാധാരണഗതിയിൽ കളിയും വിനോദവും ഒക്കെ ആയി കാണുന്നു. ഈ മതം കൊണ്ട് അവർക്ക് വല്ല സ്ഥാനമാനങ്ങളോ നേതൃത്വമോ ഒക്കെ നേടാനോ, അല്ലെങ്കിൽ എതിരാളികളെ തോൽപ്പിക്കാനോ, സമ്പത്ത് ശേഖരിക്കാനോ, ഭൗതിക ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങളിൽ അവർക്ക് എന്തെങ്കിലും പിന്തുണ കിട്ടാനോ, ലൗകിക ലാഭങ്ങൾ നേടാനോ ഒക്കെ ഒരുപക്ഷെ ഈ മതത്തെ അവർ ഉപയോഗപ്പെടുത്തും. അതിനിടയ്ക്ക് ഒരു തമാശയായിട്ട് ഈ മതത്തെ അങ്ങനെ എടുത്തു, അങ്ങനെ മതം ഒരു മുസ്ലിമാണ്, ഇസ്ലാമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയും എഴുതുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം മാത്രമല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിനെ കാര്യമായിട്ടൊന്നും അവരെടുത്തിട്ടില്ല. ഒരു മതം ഇസ്ലാം എന്ന് പറയുന്നതിനെ കാര്യമായിട്ട് ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ ഒന്നും അവർ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള ചില ആളുകളെയാണ് പിന്നീട് വിശദീകരിക്കുന്നത്. ഇന്നോട് ഈ
ഐഹിക ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും ലൈബുൻ ലഹുവും എന്ന് പറഞ്ഞു. അതേപോലെ മതത്തെ ലൈബുൻ ലഹുവുമായി കാണുന്ന ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതായി നമ്മൾ സൂചിപ്പിച്ചു. ഭൗതിക ജീവിതം തീരെ ഗൗരവമില്ലാത്തതോ കേവലം കളി തമാശയായി ഉണ്ടാക്കപ്പെട്ടതോ അല്ലല്ലോ. ലൈബുൻ വലഹുവിൻ എന്ന് പറയുമ്പോൾ അനുവദനീയമായ ലൈബുകളുണ്ട്, ലഹുവുകളുണ്ട്, ഇല്ലേ? അല്ലെങ്കിൽ ലൈബും ലഹുവും ഒക്കെ അനുവദനീയമാകുന്ന പ്രായമുണ്ട്. ഒരു കുട്ടിയുടെ ചെറിയ പ്രായത്തിൽ ആ കുട്ടിക്ക് മതത്തിൽ നിർബന്ധമായ ആരാധനാകർമ്മങ്ങളൊന്നുമില്ല. പ്രായപൂർത്തി എത്തിയതിനു ശേഷം മാത്രമാണ് ഒരു കുഞ്ഞിന് ഒരു കുട്ടിക്ക് ആ മതത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിർബന്ധമായി തീരുന്നത്. അതുവരേക്കും കളിക്കുകയാണ്. ആ കളി വിരോധിച്ചിട്ടില്ല. അതേപോലെ ആ വിനോദം വേണ്ടെന്ന് വെച്ചിട്ടില്ല. ഒരാൾ അല്പനേരത്തെ കളി വിനോദത്തിൽ മനസന്തുഷ്ടി അനുഭവിച്ച ശേഷം തന്റെ കാര്യഗൗരവമുള്ള സാക്ഷാൽ ജീവിതത്തിലേക്ക് മടങ്ങുന്നത് പോലെയാണ് ഈ ലോകവും പരലോകവും എന്നാണ് അയാൾ മനസ്സിലാക്കേണ്ടത്. ചെറുപ്പകാലത്ത് കുറച്ച് കളിക്കുന്നു, അത് കഴിഞ്ഞ് കുറച്ച് വിനോദിക്കുന്നു. പിന്നെ ആ പ്രായം ചെന്ന് അവന്റെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതത്തിന്റെ ഗൗരവമുള്ള ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഈ ഐഹിക ജീവിതം ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടേണ്ടവനല്ല. അതിനുശേഷം ഗൗരവമുള്ള ഒരു ജീവിതത്തിലേക്ക് പോകേണ്ടവനാണ്. ആ പരലോകത്ത് വിജയവും മോക്ഷവും ലഭിക്കാനുള്ള മാർഗങ്ങൾ സമ്പാദിക്കേണ്ടത് ഈ ലോകത്ത് വെച്ചാണ്. പാരത്രിക ജീവിത യാഥാർത്ഥ്യങ്ങളെ അപേക്ഷിച്ച് ഐഹിക ജീവിതം വെറും കളിയും വിനോദവും മാത്രമാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഐഹിക ജീവിതം വെറും കളിയും വിനോദവും മാത്രമാണ് എന്ന് പറയാനുള്ള കാരണം അത് മറ്റായത്തിൽ അങ്ങനെ സൂചിപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ നമ്മൾ വിശദീകരിച്ചു പോകുന്നത്. അപ്പൊ പാരത്രിക ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോ ഇവിടെ ഈ കുട്ടികൾ കളിക്കുന്ന വസ്തുക്കൾ പോലെയുള്ള ചില കളിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലൈബും ലഹുവും എന്താണ്? അത് നമ്മളെ എന്താണ് ലൈബ്, എന്താണ് ലഹുവ്? കളിയാണ്, ലഹുവിൻ വിനോദമാണ്. ഒരു ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ്. നമ്മൾ കുട്ടികളായിട്ട് കടൽക്കരയിൽ പോകുമ്പോ അവിടെ കടൽക്കരയിൽ ചെല്ലുന്ന കുട്ടികളെ ആ മണലില് കളിക്കുന്നത് കാണാം. മണലിൽ അവർ വീട് വെച്ച് കളിക്കും, പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു പഠിക്കും. ആ മണലിൽ ഒരു വീട് പണിയുന്ന ഒരു കുട്ടിയെ, വീട് പുതുതായിട്ടുണ്ടാക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ എടുത്തു നോക്കൂ. ആ കുട്ടി വീടുണ്ടാക്കിയാൽ അതങ്ങനെ തന്നെ പൊളിക്കാതെ വെക്കുവോ? ഇല്ല. ഒരൽപ്പം കഴിഞ്ഞ് അത് ശരിയാക്കിയതിനു ശേഷം അത് പൊളിച്ചിടും. ആ ഉണ്ടാക്കിയ വീട് പൊളിക്കും. പിന്നെ വീണ്ടും അവൻ പുതിയ ഒരു വീട് അവിടെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും ആ പ്രവൃത്തിയിൽ തന്നെ അങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് അവനെ സംബന്ധിച്ചിടത്തോളം വെറും കളിയല്ല, കളിക്കുകയും വിനോദിക്കുകയും ചെയ്യുന്നു. കളി എന്ന് പറയുന്നത് ആ വീട് ഉണ്ടാക്കുന്ന ഒരു കളിയിലായിരുന്നവൻ. പക്ഷെ അത് പൊളിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിനോദമാണ്. എന്നിട്ട് വീണ്ടും വീടുണ്ടാക്കുക, വീണ്ടും അവന്റെ ആ സന്തോഷം, ആ വിനോദത്തിലൂടെ അവൻ സന്തോഷം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കളി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ, കളി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ അവന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിപ്പിക്കുന്നില്ല. കളി അവന്റെ ജീവിതത്തിൽ ആവശ്യമാണ് പലപ്പോഴും. എന്നാൽ വിനോദം കൂടെ അതിന്റെ കൂട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് അതൊരു സമയം കൊല്ലുന്നതാകുന്നത്, അനാവശ്യമായ രൂപത്തിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾക്കൊരു കുഞ്ഞ് അവന്റെ ചെറുപ്രായത്തിൽ അവൻ കളിക്കാൻ വേണ്ടി ആ കുട്ടികൾക്ക് നമ്മൾ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കും. ചെറിയ കുട്ടികൾക്ക് നമ്മൾ വീടുണ്ടാക്കാനുള്ള കട്ട വാങ്ങിക്കൊടുക്കും, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും, അവർക്ക് കളിക്കാനുള്ള. അതുപയോഗിച്ച് അവൻ വീടുണ്ടാക്കുന്നു, എന്നിട്ട് നശിപ്പിക്കുന്നു, വീണ്ടും പുനർനിർമ്മിക്കുന്നു. അങ്ങനെ പല പ്രവൃത്തികളിലും ആ കുഞ്ഞ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ കുട്ടിയെ നമ്മൾ സ്കൂളിൽ ചേർത്തി. സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സ്കൂൾ വിട്ട് വന്ന് ഹോംവർക്ക് ചെയ്യാനിരിക്കുന്നതിനിടയിൽ വീണ്ടും
നമ്മൾ വാങ്ങിക്കൊടുത്ത ഈ വസ്തു കൊണ്ട് തന്നെ കളിക്കാൻ പോയാൽ എന്താ അവസ്ഥ? നമ്മൾ പറയും, മോനെ ഇപ്പോഴല്ല കളിക്കേണ്ടത്, ഇപ്പൊ കളിക്കേണ്ട സമയമല്ല, പഠിക്കേണ്ട സമയമാണ് എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ പഠനത്തിന്റെ സമയത്ത്, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട സമയത്ത് ഒരാൾ കളിച്ചാൽ അത് കളിയല്ല, അത് വിനോദമാണ്. കളിക്കേണ്ട സമയത്ത് കളിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ വാങ്ങിക്കൊടുത്ത് കളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു കളിക്കാതിരുന്നാൽ, കുട്ടികളെ പോലെ, സാധാരണ കുട്ടികളെ പോലെ കളിക്കാൻ പുറത്തേക്ക് പോകാതിരുന്നാൽ അവരെ കളിക്കാൻ നമ്മൾ നിർബന്ധിപ്പിക്കുന്നു. കാരണം ആ സമയത്ത് കളിക്കേണ്ടതാണ് എന്ന നിലക്കായി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഐഹിക ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും കാണേണ്ടത്. മറിച്ച് കളിച്ചുകൂടാത്ത വസ്തുക്കൾ വെച്ച് കളിക്കരുത്, കളിച്ചുകൂടാത്ത സമയത്ത് കളിക്കരുത്. അതാണ് ഇവിടെ ചെയ്തത്, അതാണ് ഇവിടെ സംഭവിച്ചത്. എന്താ സംഭവിച്ചത്? അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിനെ വെച്ചുകൊണ്ടാണ്. ആ ദീനിനെ വെറും കളിയും തമാശയുമായിട്ട് കാണുന്നു. അവർ അതിന് അങ്ങനെ ഒരു വിലയെ കൊടുത്തിട്ടുള്ളൂ. ഈ കുട്ടി മണലിൽ വീടുണ്ടാക്കി കളിക്കുന്ന കുട്ടിയെപ്പോലെ ഉള്ള ഒരു രൂപത്തിൽ മാത്രമേ ഈ ദീനിനെ അവർ കാണുന്നുള്ളൂ. കുറച്ചു കഴിയുമ്പോൾ പൊളിച്ചു കളയുന്നത് പോലെ ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുകയും എവിടെയെങ്കിലുമൊക്കെ ഇതിന്റെ ആളായി വന്നു ചേരുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ ആ പഠിച്ചതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമൊക്കെ ജീവിതത്തിൽ നിന്ന് പൊളിച്ചു കളയുന്ന തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ആ നിലക്ക് ഈ ആയത്തിന് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ഞാൻ വിശദീകരിച്ചു പോകല്ല. പ്രായപൂർത്തിയാകുന്നത് വരെ മനുഷ്യരെ സൃഷ്ടിച്ചവൻ അവർക്ക് നിർബന്ധ ബാധ്യതകൾ നൽകിയില്ല. പക്ഷെ ആ സമയത്ത് അള്ളാഹു നൽകിയത് കളിക്കാനുള്ള അവസരങ്ങളാണ് സൃഷ്ടിച്ചിരുന്നത്. വല്ലാത്ത അനുഗ്രഹമല്ലേ പടച്ചറപ്പ് നൽകിയത്. എന്നാൽ അത്തരം കളികൾ മുതിർന്നവരുടെ മേൽനോട്ടത്തിലാണ് പലപ്പോഴും കുട്ടികൾ കളിക്കുന്നത്. ഒരു ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ മുമ്പിൽ വെച്ച് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ആ കുട്ടികൾ കളിക്കണം. ആ കളിയിലും നമ്മുടെ ശ്രദ്ധ വേണം. എന്താണ് അവർ കളിക്കുന്നത്, എങ്ങനെയാണ് അവർ കളിക്കുന്നത് എന്ന് പോലും ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നിയന്ത്രണത്തിലാണ് കുട്ടികൾ കളിക്കുന്നത്. ഇതേപോലെ ഈ സൃഷ്ടാവ് ഈ ഭൂമുഖത്ത് ഉണ്ടാക്കി വെച്ച ഏത് കാര്യങ്ങളും അതിനോടുള്ള സമീപനം ആ സൃഷ്ടാവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവന്റെ കൃത്യമായ ഗൈഡൻസ് അനുസരിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നതുകൂടെ ഇതിനെ കൂട്ടി വായിക്കേണ്ടതാണ്. ആയത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാൻ സമയമല്ല. ഏതായിരുന്നാലും അൻതുബ്സല നഫ്സുൻ ബിമാ കസബത്, അതേപോലെ ഉലൈകല്ലദീന ഉബ്സിലു ബിമാ കസബു എന്നുള്ള ആ രണ്ട് വാക്കുകൾ പറഞ്ഞല്ലോ. ബസ്സല എന്ന വാക്ക് ഏതൊരു ആത്മാവും സ്വയം ചെയ്തു വെച്ചതിന്റെ ഫലമായി നാശത്തിലേക്ക് തള്ളപ്പെടുമെന്നതിനാൽ, അൻതുബ്സല നാശത്തിലേക്ക് തള്ളപ്പെടും എന്നതിനാൽ, അതേപോലെ ഉലൈകല്ലദീന ഉബ്സിലു സ്വയം ചെയ്തു വെച്ചതിന്റെ ഫലമായി അവർ നാശത്തിലേക്ക് തള്ളപ്പെട്ടവരാണ്, അവർ തള്ളപ്പെട്ടവരത്രേ എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, അബ്സല എന്ന വാക്കിന്റെ അർത്ഥം പല രൂപത്തിലുണ്ട്. ബന്ധിപ്പിക്കുക, പണയപ്പെടുത്തുക, നാശത്തിന് വിധേയമാക്കുക, മുടക്കം ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ആ അർത്ഥം വരുന്ന ഇബ്സാൽ എന്ന വാക്കിൽ നിന്നാണ് തുബ്സല, ഉബ്സില എന്നൊക്കെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോരുത്തരും അവരവർ സമ്പാദിച്ചു വെച്ച ദുഷ്കർമ്മങ്ങൾക്ക് പണയപ്പെടുകയും അങ്ങനെ നാശത്തിന് വിധേയമായി തീരുകയും ചെയ്യും എന്നാണ് മറ്റൊരു രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അൻതുബ്സല, പണയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഓരോന്നും നമ്മൾ ചെയ്ത കർമ്മത്തിന് നമ്മൾ പടച്ചോന്റെ മുമ്പിൽ പടച്ചോനെ കുറ്റപ്പെടുത്തണ്ട, നമ്മൾ തന്നെ നമ്മെ പണയം വെക്കുകയാണ്. നമ്മൾ ഓരോ പ്രവൃത്തികൾ വേണ്ടാത്തതും ചെയ്തിട്ട് ആ നമ്മൾ തന്നെ നമ്മെ പണയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവസാനം നാശത്തിന് വിധേയമായാണ് ചെയ്യുന്നത്. ഇബ്സാൽ എന്നുള്ളതിന് പല അൽമാൻ തടയുക എന്നർത്ഥം പറഞ്ഞു. ബാസിൽ എന്ന പേര് കാണാം. ചില ആൾക്കാരൊക്കെ അങ്ങനെ ബാസിൽ എന്ന് പേരിട്ട് കാണാം. അതിനർത്ഥം പരിശോധിച്ചപ്പോ ഇങ്ങനെ കണ്ടത് ശുജാഉ ലിംതിനാഇഹി മിൻ ഖസ്മിഹി എന്ന എതിരാളിയെ അതിശക്തമായി എതിർത്ത് നിന്ന് കാനുള്ള ധീരത ജീവിതത്തിൽ കാണിക്കുക, അങ്ങനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ഒരാളായി തീരുക എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ
വേറെ പല അർത്ഥങ്ങളുണ്ട്. മുഖം അതിശക്തമായ വിധത്തിൽ കോട്ടുന്നതിന് ഒക്കെ ബസല എന്ന വാക്ക് പറയുമെന്നാണ്. അതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യഥാർത്ഥം അതിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മൾ പറഞ്ഞല്ലോ, വദക്കിർ ബിഹി അൻ തുബ്സല നഫ്സുൻ ബിമാ കസബത് ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യുൻ വലാ ശഫീഉൻ. എന്തുകൊണ്ടാണ് അവരെ ഉത്ബോധിപ്പിക്കണം എന്ന് പറയുന്നത്? അവിടെ ഒരു വലിയും ഒരു ഷഫീയും തന്നെ ഇല്ല, രക്ഷാധികാരിയോ ശുപാർശകനോ ഇല്ല. എല്ലാവിധ പ്രായശ്ചിത്തം ചെയ്താലും ആ ആത്മാവിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയുമില്ല. ഈ മൂന്ന് കാര്യങ്ങളാണല്ലോ നമ്മളെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ദുനിയാവിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന മൂന്നെണ്ണമാണ്, എന്നാൽ പരലോകത്ത് തീരെ ഉപകാരപ്പെടാത്ത മൂന്ന് വിഷയങ്ങളാണ്. പല വലിയ യതവല്ല ദഫഅദാലിക്കൽ മഹദൂർ വലാ ശഫീഅ യശ്ഫഉ ഫിഹാ വലാ ഫിദിയത. ഒരു ഫിദിയ കൊടുക്കാൻ പറ്റില്ല, അതാണ് അതിൽ നിന്നുള്ള വാക്കിനർത്ഥം. ഷഫീഅ ഇല്ല, വലിയില്ല. ഏതെങ്കിലും തരത്തിൽ അതൊന്നും സാധ്യമാകാത്ത വിധത്തിൽ ഒറ്റപ്പെട്ട് എല്ലാ തരത്തിലും റബ്ബിന്റെ മുമ്പിൽ കീഴടങ്ങി ജീവിക്കേണ്ട ഒരവസ്ഥയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ അതിൽ എന്ന വാക്ക് ഈ സൂറത്തിൽ തന്നെ പല ഭാഗത്തും വന്നിട്ടുണ്ട്. ഒരേ അർത്ഥത്തല്ല ഉള്ളത്. നമ്മള് ഒന്നാമത്തെ ആയത്തിൽ തന്നെ വന്നത് സുമല്ലദീന കഫറു ബിറബ്ബിഹിം യഅദിലൂൻ, സമന്മാരെ വെക്കുന്നു. ഈ അദിലൂൻ എന്ന സമന്മാരെ വെക്കുന്നു എന്നാണ്. 70-ാമത്തെ ആയത്തിൽ നമ്മൾ കണ്ടത് ഇവിടെ പ്രായശ്ചിത്തം നേർത്താണ് വന്നിരിക്കുന്നത്, അതിൽ എന്നുള്ളത്. വീണ്ടും 150-ാമത്തെ ആയത്തിൽ വരുന്നിടത്ത് സമന്മാരെ വെക്കുന്നു എന്നാണ്. അതേപോലെ 188-ലാണെന്ന് തോന്നുന്നു, അതോ 182-ലാണെന്ന് തോന്നുന്നു. അവിടെ നീതി പാലിക്കുക എന്ന അർത്ഥത്തിലും അവിടെ ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആയത്തിന്റെ അവസാന ഭാഗം ഒരു മിനിറ്റ് കൂടെ, അവർക്ക് സംഭവിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു. മതകാര്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ അവയെ കളിവിനോദമാക്കുന്നവർ തന്നെയായിരിക്കും തങ്ങളുടെ കർമ്മങ്ങൾ നിമിത്തം നാശത്തിന് വിധേയമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് മതകാര്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ അവർ തന്നെ സ്വയം നാശത്തിലേക്ക് പോയ ആളുകളാണ്. അവർക്ക് കഠോരമായ നരകശിക്ഷ മാത്രമാണ് ഉണ്ടാവുക. അതിലെ ശിക്ഷാ വകുപ്പുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹമീമാകുന്ന വെള്ളമാണ് അവർക്ക് ഉണ്ടാവുക എന്ന് സൂചിപ്പിച്ചത്. അവിടെ ഹമീമിൻ എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞു, ഉറ്റ സുഹൃത്ത് എന്ന് ആ വാക്കിന് അർത്ഥമുണ്ട്. ഖുർആനിൽ തന്നെ ഉണ്ട്, വലാ സദീഖുൻ ഹമീം. സദീഖുൻ ഹമീം അവർക്കുണ്ടാവില്ല. അവരുടെ ഉറ്റ സുഹൃത്തുക്കൾ അവർക്ക് അവിടെ കാണില്ല, അവർക്ക് ഉണ്ടാവില്ല. വലാ യുസ്അൽ ഹമീമുൻ ഹമീം എന്നുണ്ട്. ഒരൊറ്റ സുഹൃത്തും തന്റെ ഉറ്റ സുഹൃത്തിനെ അവിടെ ചോദിക്കുകയില്ല എന്ന്. ഉറ്റ സുഹൃത്തിനെ ചോദിക്കുകയില്ല. ഒരാൾക്കും തന്നെ സദീഖുൻ ഹമീം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ ഖുർആനാണ് ഇവിടെ പറഞ്ഞത്. അതാ ഫൽയദൂഖൂഹു ഹമീമുൻ വഅസ്സാഖ്. അവർക്ക് ആ ഹമീമുൻ വഅസ്സാഖ്, കടുത്ത ചൂടുള്ളതും കൊടും തണുപ്പുള്ള വെള്ളവും പക്ഷെ അവർക്കുണ്ട്. തന്റെ സ്വന്തം കൂട്ടുകാരനെ ചോദിക്കാത്ത, ഹമീമിനെ ചോദിക്കാത്ത, ഹമീമായ സദീഖിനെ ചോദിക്കാത്ത ഏതൊരാൾക്കും പക്ഷെ ഹമീമായിട്ടുള്ളത് ആരാണറിയോ? ഏറ്റവും അടുത്ത ഉള്ളത് എന്താണെന്നറിയോ? ഏറ്റവും കടുത്ത ചൂടുള്ള വെള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അവിടെ അവസാനിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തി സത്യവിശ്വാസികളായി, സത്യസന്ധരായ സത്യവിശ്വാസികളായി ജീവിച്ചു മരിച്ചു പോകുന്നതിന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.